ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് മറ്റൊരു വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ചീമച്ചക്ക കൊണ്ടുള്ള തീയലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ കൂട്ടുകാരെ, എന്നാൽ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ആദ്യമായി ഒരു ചീമച്ചക്കയാണ് എടുത്തേക്കുന്നത്. നീളത്തിന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ പകുതി ചീമച്ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി. ഓക്കെ, ഇത് നമുക്കിതിനെ കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്ത് നന്നായിട്ട് ചൂടാക്കിയ ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടിക്കാം. ഓക്കെ, കടുക് പൊട്ടിയ ശേഷം ഒരു വറ്റൽമുളകിനെ രണ്ടായിട്ട് മുറിച്ചിടാം. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കൊച്ചുള്ളിയും ചീമച്ചക്കയും അതിലേക്ക് ചേർത്തിളക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് ഈ നിലത്തിലേക്ക് പോകാം. ഇതിലാദ്യമായി ഞാൻ ഇട്ടത് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങ ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി. ഇവയെല്ലാം ചേർത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക. ശേഷം നമുക്കിത് വെന്തോ നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വേകുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് മതി. പിന്നെ കുറവാണെന്ന് തോന്നുമെങ്കിൽ ആ സമയത്ത് ചേർക്കാം. നന്നായിട്ട് വെന്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കിയുണ്ടായിരുന്ന അരപ്പ് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ തീയലിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെറിയ തീയിൽ കിടന്ന് കുറച്ചൊന്ന് വേവണം. ഓക്കെ, നമുക്ക് അവസാനം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ തീയലിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.